CMRL എക്സാലോജിക് ഇടപാട് കേസിൽ ഇഡിക്ക് രേഖകൾ നൽകുന്നത് തടയാൻ CMRL. ഡൽഹി ഹൈക്കോടതിയെ സമീപിക്കാനാണ് CMRLന്റെ നീക്കം. തൽസ്ഥിതി തുടരണമെന്ന ഡൽഹി ഹൈക്കോടതി ഉത്തരവ് ലംഘിച്ചെന്ന് കോടതിയെ അറിയിക്കും. കേരള ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ച് വിധിക്കെതിരെ സുപ്രീം കോടതിയെ സമീപിക്കാനുമാണ് നീക്കമുള്ളത്. സഹിൻ ആന്റണി ചേരുന്നുണ്ട് വിവരങ്ങളുമായി. സഹിൻ, എങ്ങനെയാണ് CMRLന്റെ നീക്കം? ഹർഷൻ, എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് CMRLും എക്സാലോജിക്കും തമ്മിലുള്ള പല രേഖകളും എറണാകുളം കോടതിയിൽ നിന്നും ആവശ്യപ്പെട്ടിരുന്നു. ആ കോടതി വിധിക്കെതിരെ അല്ലെങ്കിൽ കോടതി എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ നീക്കത്തെ തടയുന്നതിന് വേണ്ടിയുള്ള ഒരു നീക്കമാണ് ഇപ്പോൾ CMRL ആരംഭിച്ചിരിക്കുന്നത്. നേരത്തെ തന്നെ ഹൈക്കോടതിയുടെ ഒരു അനുകൂല വിധി CMRLിനുണ്ടായിരുന്നു. കേസിന്റെ തൽസ്ഥിതി തുടരണമെന്നായിരുന്നു ഡൽഹി ഹൈക്കോടതി അറിയിച്ചിരുന്നത്. അത് ഡൽഹി ഹൈക്കോടതി വീണ്ടും സമീപിക്കാനാണ് CMRL തീരുമാനിച്ചിരിക്കുന്നത്. ഒപ്പം തന്നെ കേരള ഹൈക്കോടതിയുടെ ഡിവിഷൻ ബെഞ്ച് വിധിക്കെതിരെയും സുപ്രീം കോടതിയെ സമീപിക്കാനാണ് CMRLന്റെ തീരുമാനം. ഉടൻ തന്നെ അതുമായി CMRL മുന്നോട്ട് പോകുമെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇതിനിടയിൽ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് അവരുടെ നീക്കങ്ങൾ ശക്തമാക്കിയിട്ടുണ്ട്. എത്രയും പെട്ടെന്ന് CMRL എക്സാലോജിക്കുമായി ബന്ധപ്പെട്ട ആളുകളെയൊക്കെ ചോദ്യം ചെയ്യാനുള്ള ഒരു നീക്കത്തിലേക്കാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് കടക്കുന്നത്. അതിന് മുന്നോടിയായി പരമാവധി രേഖകൾ കോടതിയുടെ സഹായത്തോടുകൂടി എടുക്കുക എന്നുള്ളത് തന്നെയാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ ഇപ്പോഴത്തെ നീക്കം. കൂടാതെ SFIO സമർപ്പിച്ചിട്ടുള്ള രേഖകളെല്ലാം കിട്ടിയ ശേഷം പരമാവധി ആളുകളിലേക്ക് അന്വേഷണം കൊണ്ടുപോകാനാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് നീക്കം ആരംഭിച്ചിരിക്കുന്നത്. ഹർഷൻ.